എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൾഫിലേക്ക് ഒരു കിടിലൻ ജോലി അവസരം അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴിതാ ഒരു ടോപ്പ് അവസരം വന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് എയർലൈൻസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് എത്തിഹാദ് എയർവേസ്. ടോപ്പ് 5-ലുള്ള ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ജോലിയൊഴിവുകൾ വന്നിട്ടുണ്ട്. ഈ അടുത്തായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും എനിക്ക് വാട്സപ്പിലൊക്കെ പലരും മെസ്സേജ് അയക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ബ്രോ, എയർലൈൻസ് ജോബിൻ്റെ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ, പുതിയ ജോലിയൊഴിവുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞാനും തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്, അതായത് ഏജൻസി സഹായമില്ലാതെ ഡയറക്റ്റ് കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തൊഴിലവസരങ്ങൾ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ പിന്നെ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു അവസരം ഇപ്പോൾ കണ്ടത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ജോലിയൊഴിവുകളുണ്ട്. എങ്ങോട്ടാണെന്നല്ലേ, ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള നഗരമായിട്ടുള്ള അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നിലവിൽ 52ഓളം ജോബ് പൊസിഷനുകളിലേക്ക് ജോലിയൊഴിവുകൾ അവൈലബിൾ ആണ്. അബുദാബിയിലേക്ക് മാത്രമല്ല അവസരമുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ചൈന, ഇന്ത്യ, ഓസ്ട്രേലിയ, USA പോലെയുള്ള പല രാജ്യങ്ങളിലേക്കും ജോലിയൊഴിവുകൾ എത്തിഹാദ് എയർവേസിലുണ്ട്. എന്നാൽ ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിഹാദ് എയർവേസ് വഴി നിങ്ങൾക്ക് ജോലി നേടാനുള്ള അവസരങ്ങളാണ്. എന്തൊക്കെ ജോലിയൊഴിവുകളാണ് വന്നിട്ടുള്ളത്, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സംസാരിച്ച് കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, വെറുപ്പിക്കുന്നില്ല. നമുക്ക് നോക്കാം എത്തിഹാദ് എയർവേസിൽ ജോലി നേടി അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ജോലി നേടാൻ കഴിയുന്ന തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളതെന്ന്. സെയിൽസ് ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ, കോൺടാക്ട് സെൻറ്റർ ഏജൻറ്റ്, ബേസ് ടെക്നിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, കാറ്റഗറി മാനേജർ, മാനേജർ എയർക്രാഫ്റ്റ് പ്രോഗ്രാംസ്, ഡാറ്റ സയൻസ് ആൻഡ് AI പ്രൊജക്ട് ബിസിനസ് സൊല്യൂഷൻ മാനേജർ, സീനിയർ അനലിറ്റിക്സ് സ്പെഷ്യലിസ്റ്റ്, സ്പോൺസർഷിപ്പ് ഓഫീസർ ടിക്കറ്റിംഗ്, ഓപ്പറേഷൻ സിസ്റ്റം സ്പെഷ്യലിസ്റ്റ്, എഞ്ചിനീയറിംഗ് മാനേജർ റിക്രൂട്ട്മെൻറ്റ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഓഫീസർ, സീനിയർ അനലിറ്റിക്സ് സ്പെഷ്യലിസ്റ്റ്, ജൂനിയർ പ്രൊക്യൂർമെൻറ്റ് ഓഫീസർ, പ്രൊഡക്ഷൻ ട്രെയിനർ, ടെക്നിക്കൽ പ്രൊഡക്റ്റ് മാനേജർ, ഹെഡ് ഓഫ് എൻ്റർപ്രൈസ് IT, വെയർഹൗസ് ഔട്ട്ബൗണ്ട് കോർഡിനേറ്റർ, ക്യാബിൻ ക്രൂ, കളർ മെറ്റീരിയൽ ഫിനിഷ് ഡിസൈൻ മാനേജർ, ടെക്നിക്കൽ കോൺട്രാക്ട് മാനേജർ, പ്രൊജക്ട് മാനേജർ, ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസർ, കമ്മ്യൂണിക്കേഷൻ മാനേജർ, അക്കൗണ്ട് മാനേജർ, ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റ്, സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ, ക്യാപ്റ്റൻ A320, എയർബസ് ക്യാപ്റ്റൻ, എയർബസ് ഫസ്റ്റ് ഓഫീസർ, ക്യാപ്റ്റൻ, ബിസിനസ് ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, കാർഗോ കൺട്രോളർ, റവന്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫീസർ, ഇൻവെൻട്രി പ്ലാനർ, പ്രൈസിംഗ് മാനേജർ, ഡിമാൻഡ് മാനേജർ, ഇൻസൈഡ് സെയിൽസ് ഓഫീസർ, മാനേജർ പെർഫോമിംഗ് മാർക്കറ്റിംഗ്, ലൈസൻസ്ഡ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ, ഏലിയൻസ് സിസ്റ്റം മാനേജർ, മാനേജർ കാർഗോ റവന്യൂ മാനേജ്മെൻറ്റ്, ഹെഡ് കാർഗോ ഇനാബിൾമെൻറ്റ്, കാഡറ്റ് പൈലറ്റ് പ്രോഗ്രാമർ, എയർബസ് ഫ്ലീറ്റ് മാനേജർ. ഇത്രയും വേക്കൻസികളാണ് നിലവിൽ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ളത്, എത്തിഹാദ് എയർവേസ് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ കമ്പനി എടുക്കുന്നുള്ളൂ. എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ, ഫ്രഷേഴ്സിനെ എടുക്കുന്നില്ല. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് കാര്യങ്ങൾ ഇവിടെ കമ്പനി അറിയിച്ചിട്ടില്ല. സാലറി കാര്യങ്ങളൊന്നും കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. ഈ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ CV സെലക്ഷനിൽ പങ്കെടുക്കണം. CV സെലക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ കരിയർ ജോബ് പോർട്ടലിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യണം. അതായത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജോലി ഒഴിവുകളിൽ ഏതെങ്കിലും ജോലി ഒഴിവിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിഹാദ് എയർവേസിൻ്റെ ഒഫീഷ്യൽ ജോബ് പോർട്ടലിൽ പോകാൻ കഴിയും. അവിടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജോലി ഒഴിവുകളെല്ലാം തന്നെ കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് യോഗ്യതയുള്ള ജോലി ഒഴിവ് ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലിയെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് അവിടെ കാണാൻ കഴിയും. അതെല്ലാം വായിച്ചു നോക്കിയ ശേഷം അവിടെ നിങ്ങൾക്ക് ജോലി പൊസിഷൻ കാണാൻ കഴിയും. ആ ജോലിയെക്കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് കാണാൻ കഴിയും. അതിലേക്കുള്ള പ്രായപരിധി കാണാൻ കഴിയും. വിദ്യാഭ്യാസ യോഗ്യത കാണാൻ കഴിയും. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് കാണാൻ കഴിയും. അങ്ങനെ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ യോഗ്യതയാണോ വേണ്ടത് അതെല്ലാം അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു ഭാഗമെല്ലാം വായിച്ചു നോക്കി താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഭാഗം കാണാൻ കഴിയും. ഐ ആം ഇൻട്രസ്റ്റഡ് എന്നൊരു ഭാഗം കാണാൻ കഴിയും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്കായി അപ്ലൈ ചെയ്യാനുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക. അതായത് ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് കാണിക്കാം. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ലാസ്റ്റ് നെയിം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ വീണ്ടും, അതായത് ഇമെയിൽ കൺഫേം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സിറ്റി,
ശേഷം അവിടെ സിറ്റി എന്നൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ നിലവിൽ ഏത് രാജ്യത്താണോ ഉള്ളത് ആ ഒരു രാജ്യത്തിൻ്റെ, അതായത് നിങ്ങൾ ഇന്ന് ലോകത്തിലെ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിലവിലുള്ള രാജ്യം ഏതാണോ അവിടെയുള്ള സിറ്റി, ഏത് സിറ്റിയിലാണോ നിങ്ങളുള്ളത് ആ ഒരു സിറ്റി ആയിരിക്കും നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ സോറി, മാക്സിമം സൗണ്ടിൽ ഞാൻ പറയാം. ഈ ഭാഗത്ത് നല്ല മഴയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ. അപ്പോൾ നമുക്കിവിടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ നിലവിൽ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിൻ്റെ കോഡ് വെച്ചിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കണം കൊടുക്കാനുള്ളത്. കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. അപ്പോൾ ഉള്ളവരത് കൊടുത്താൽ മതി, ഇല്ലാത്തവരത് കൊടുക്കേണ്ട. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. താഴേക്ക് ഒന്നും കൂടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂം അവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും, അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. 10 MBക്കുള്ളിലുള്ള ഒരു റെസ്യൂം ആയിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഒരു ATS ഫോർമാറ്റുള്ള റെസ്യൂം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. യൂറോപാസോ മറ്റു പ്രൊഫഷണൽ രീതിയിലുള്ള ATS റെസ്യൂം ഒന്നും തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. 100% ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം മാത്രം അപ്ലോഡ് ചെയ്യുക. ആ റെസ്യൂം അവിടെ അപ്ലോഡ് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജോലിക്കായിട്ട് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ഉണ്ടാവില്ല. ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. കമ്പനിയും നിങ്ങൾ മാത്രമാണ് ഇതിനിടയിലുള്ളത്. ഇതിനിടയിൽ വേറെ ഏജൻസിയോ തേർഡ് പാർട്ടി കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ATS ഫ്രണ്ട്ലി CV ഇല്ലെങ്കിൽ ഞാൻ ഈ താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് ATS ഫ്രണ്ട്ലി CV എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ നിലവിൽ നമ്മൾ ഓഫർ റേറ്റിൽ 321 രൂപക്കാണ് നിലവിൽ ATS ഫ്രണ്ട്ലി CV ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആർക്കെങ്കിലും ATS ഫ്രണ്ട്ലി CV ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. ശേഷം ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ATS ഫ്രണ്ട്ലി CV എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ മതി.